പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന കർത്താവ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം 4 തിരുവചനം. കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക, അവിടുന്ന് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് അങ്ങോട്ട് നിറവേറ്റാൻ തുടങ്ങിയാൽ ആഗ്രഹങ്ങളുടെ വലിയ പാണ്ടക്കെട്ടുമായിട്ട് മനുഷ്യർ ദൈവത്തെ സമീപിക്കത്തില്ലേ? അപ്പം ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിപ്പിച്ചു കൊടുക്കേണ്ടതായി വരികയില്ലേ? അങ്ങനൊന്നുമില്ല. ന്യായമായി ഒരു ഭക്തന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടത് അവൻ മോഹിക്കുകയല്ല, അത്യാവശ്യം ആഗ്രഹത്തോടെ അവന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പാർക്കുവാൻ ഒരു ഭവനം അത്യാവശ്യമല്ലേ? ആ ഭവനം വയ്ക്കണമെങ്കിൽ ഭൂമി അത്യാവശ്യമല്ലേ? കുടുംബജീവിതം നന്നായിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? നല്ല കുടുംബജീവിതം പ്രായപൂർത്തിയായ സഹോദരി സഹോദരന്മാർക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമല്ലേ? കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യവും വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യമല്ലേ? അപ്പോൾ അങ്ങനെ തുടങ്ങി ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമുക്ക് വേണ്ടത് ന്യായമായത് നമുക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാപിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിന് ചില കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഈ 37 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. കർത്താവ് തന്നെ പറയുന്നു, പിശാചിന് അസ്ഥിയും മാംസവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഈ അസ്ഥിയും മാംസമൊക്കെ ഉള്ള മനുഷ്യരിൽ കുടികൊണ്ടിട്ട് വിശ്വാസികളും അവിശ്വാസികളുമായ മനുഷ്യരിലൂടെ നമ്മളെ വിവിധ നിലകളിൽ മുഷിപ്പിക്കും. നമ്മളെ പറഞ്ഞുകൂടാത്തതൊക്കെ പറയും, നമുക്കെതിരെ ചെയ്തുകൂടാത്തതൊക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് സഹിഷ്ണുതയോടെ നാം നിൽക്കാൻ തയ്യാറായാൽ ദൈവജനം പറയുന്നു, നീ ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം മുഷിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നമുക്കവരോട് വെറുപ്പ് തോന്നാം, അവിടെ ശണ്ടയുണ്ടാകാം, പിണക്കം വരാം, വലിയ വഴക്കും കോലാഹലങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടാം, പിന്നെ കയ്പും വെറുപ്പും വിദ്വേഷമൊക്കെ ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ അതൊന്നുമില്ലാതെ നാം സ്വയം ഒഴിഞ്ഞു മാറാനും അങ്ങനെ ദോഷങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹിഷ്ണുതയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്താൽ തക്ക സമയത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കും.